എടാ കളക്ടറെ ആള് പുലിയാ. കളക്ടർ ആള് പുലിയാണെന്നുള്ളതൊക്കെ മനസ്സിലായി. എടാ ആ പുലിയെ പുലിമടയിൽ നിന്നും ഇറക്കിയ കള്ളപ്പുലി ആരാണെന്നും മനസ്സിലായി. പക്ഷേ വന്നു കയറിയത് സിംഹക്കൂട്ടിലേക്കാണെന്ന് പുലിക്കുട്ടി താനെ മനസ്സിലാക്കിക്കോളും. എടാ ജരാനരകൾ ബാധിച്ചാലും സിംഹം എന്നും സിംഹം തന്നെയാണ് യോഹന്നാനെ. അല്ലാതെ കള്ളപ്പൂച്ചയ്ക്കുണ്ടായിട്ട് കള്ളച്ചോറിൽ നിന്ന് പുലിക്കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്നെ പോലെയുള്ളവരെ അതിനോട് ഉപമിക്കല്ലേ. എടാ പുലികൾക്ക് തന്നെ അത് നാണക്കേടാടാ. എടാ നിന്റെ നാവാണ് മഹേന്ദ്ര ഇപ്പോഴും നിന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അത് തളർന്ന നീ തീർന്നു. നാളെ മകൻ ഇറങ്ങുകയാണല്ലേ. അവനെ വെളിയിൽ ഇറക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ ഓർത്തു ഇറങ്ങട്ടെ എന്ന്. എന്റെ മകനൊന്ന് കൈ തെളിക്കണമെങ്കിൽ തണ്ടിയും തരവും ഒക്കെ നോക്കി പോകേണ്ട കാര്യമില്ലല്ലോ. അതിനുവേണ്ടി ഞാൻ അങ്ങ് ക്ഷമിച്ചതാണ്. ഓ അപ്പൊ നീ മകന്റെ അളവിനൊത്ത ഒരു ശവപ്പെട്ടി ലേലത്തിൽ പിടിച്ച് വീട്ടിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ചുരുക്കം. എടാ കൊറേ നാളായിട്ട് പനമ്പട്ട കിട്ടാതെ വലഞ്ഞ കൊമ്പനാ. നിന്റെ മോനോട് അവന്റെ മുമ്പിലോട്ടൊന്നും ചെന്ന് കേറി കൊടുക്കരുതെന്ന് പറ. ഉടലോടെ എടുത്ത് അവൻ ചിലപ്പോ അങ്ങ് വിഴുങ്ങിന്ന് വരും. പിന്നെ യോഹന്നാനെ, എടാ എന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാ അവനിപ്പോ ഇറങ്ങുന്നേ. ഇറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കണമെന്നുള്ളത് അവന്റെ വിചാരം പോലെ ഇരിക്കും. അവൻ എന്ത് വിചാരിച്ചാലും വെളിയിൽ ഇറങ്ങി എന്തെങ്കിലും അധിക പ്രസംഗം കാണിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതെ അവൻ ആപത്താ. തലതെറിച്ച പയ്യൻ തന്തയുടെ ചൊൽപ്പടിയിൽ നിൽക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീട്ടിലെ പട്ടിക്കൂട്ടിൽ പൂട്ടിയിട്ട് വളർത്തിയാലും വേണ്ടിയില്ല. പേ പിടിച്ചവനെ പോലെ തെരുവിലേക്ക് ഇറക്കി വിടരുത്. വിട്ടാൽ തെരുവ് പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ നടു റോഡിലിട്ട് തീർക്കും ഞങ്ങൾ അവനെ. ഒടുവിൽ നിനക്ക് നിന്റെ മകന്റെ മുഖം മോർച്ചറിയിൽ പോയി കാണേണ്ടി വരും. എടാ അവന്റെ ചരട് എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി. ഇത് നീയായിട്ട് തുടങ്ങി വെച്ചതല്ലേ, ഞാനായിട്ട് തീർക്കുന്നില്ല യോഹന്നാനെ. മോർച്ചറിയില് ആരെ വേണമെങ്കിലും കിടത്താവല്ലോ. നിന്റെ ഭാര്യയ്ക്കും മോക്കും അതിന്റെ മുന്നിൽ വന്ന് നിന്ന് വാവിട്ട് അലച്ച് കരയാൻ യോഗം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ലടാ. എടാ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ശിവനാ. ശിവന് സംഹാരമൂർത്തി എന്നൊരു പേര് കൂടിയുണ്ട്. ഇനി നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സമയമുണ്ടെങ്കിൽ ആ വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് യോഹന്നാനെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന്. എടാ ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ നിന്നെ അവ അടക്കും. പള്ളിപ്പറമ്പിലല്ല, അങ്ങ് തെമ്മാടിക്കുഴിയില്.